നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീനാഥ് ബാസിയുടെ പുതിയ തെറിപ്പാട്ട് റിലീസായിരിക്കുകയാണ്. സംഭവം ശ്രീനാഥ് ബാസി അയർലൻഡിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ വീഡിയോ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിരിക്കുകയാണ്. അദ്ദേഹം ജാഡ എന്ന ഒരു പാട്ട്, ആവേശത്തിലെ ജാഡ എന്ന പാട്ടാണ് പാടിയത്. ആ പാട്ടിന്റെ കൂട്ടത്തിൽ തന്നെ പുള്ളിയുടേതായിട്ടുള്ള രീതിയിലുള്ള നല്ല തെറി ലിറിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് പാടിയിരിക്കുന്നത്. പായും മായും ചേർത്ത് ഇഷ്ടംപോലെ തെറികൾ അദ്ദേഹം അതിൻ്റെ അകത്ത് പാടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും തിരിച്ച് തെറി പറയുന്നുണ്ട്. അതും ശ്രീനാഥ് ബാസി ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുത്തിട്ട് അയാളും തിരിച്ച് വീണ്ടും തെറി പറയുന്നുണ്ട്. നമുക്കറിയാം ശ്രീനാഥ് ബാസിയുടെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും മെയിനായിട്ട് ഈ തെറി വിഷയം തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഒരു RJ പച്ചയ്ക്ക് തെറി വിളിച്ചു, അതൊരു പ്രശ്നമായിട്ട് മാറി. പിന്നീട് ഒരു ആങ്കറിനെ തെറി വിളിച്ചു, അതും വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറി. എന്തായാലും ആ സമയത്ത് ഇഷ്യൂ ആയിട്ട് മാറിയപ്പോൾ തന്നെ പിന്നീട് അദ്ദേഹം അത് ചെയ്ത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും ഇതിപ്പോൾ കേരളമല്ല, വെളിയിലായതുകൊണ്ടായിരിക്കും, അയർലൻഡിൽ പോയതുകൊണ്ടായിരിക്കും അവിടെ പോയി തെറി വിളിച്ചിരിക്കുന്നത്. കാര്യം ഇപ്പം കേരളത്തിൽ ഇങ്ങനെ തെറി വിളിച്ചു കഴിഞ്ഞാൽ അറിയാം, ആൾക്കാർ ഇടപെടും, സീനാവും, പ്രശ്നവും, വേണമെങ്കിൽ പിടിച്ച് 2 ഇടി ഇടിക്കുകയും ചെയ്യും. കാര്യം ഇപ്പോൾ അടുത്ത ഒരു മോട്ടിവേഷൻ സ്പീക്കറിന് ഉണ്ടായ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. പച്ചയ്ക്ക് തെറി വിളിച്ചു, തെണ്ടികളെന്ന് വിളിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേനും തന്നെ ആകെ പ്രശ്നമായിട്ട് മാറി. അപ്പം അയർലൻഡിലായതുകൊണ്ട് അത് കേസായിട്ട് മാറത്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അവിടെ പോയിട്ട് അദ്ദേഹം തെറി വിളിച്ചത്. കൂടെ തന്നെ വേറൊരു സംഭവം അറിയാൻ സാധിച്ചത്, ഏതൊരു അദ്ദേഹത്തിന്റെ ഫാന് ശ്രീനാഥ് ബാസിയുടെ റൂമിലോട്ട് ചെല്ലുകയും ശ്രീനാഥ് ബാസി എന്തോ ഷർട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, അങ്ങനെ എന്തോ സീനായിരുന്നു. അപ്പം പുള്ളി അകത്ത് കയറി ചെന്നപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. വന്ന ആളുടെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം പുള്ളി തെറി വിളിച്ചു എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതൊരു ഒരു കലയായിട്ട് പുള്ളി കൊണ്ട് നടക്കുന്നുണ്ട്. പുള്ളി എന്തായാലും ഒരിക്കലും ചേഞ്ച് ആകാൻ പോകുന്നില്ല. കാര്യം ചിലപ്പോൾ അടി കിട്ടുന്നുള്ള സ്ഥലത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ചേഞ്ച് ആയേക്കാം, അടി കിട്ടാത്തടത്ത് പുള്ളിയുടെ സ്വഭാവം കാണിച്ചു തന്നിരിക്കാം. എന്തായാലും എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. എന്നിട്ടും അദ്ദേഹത്തിന് പല ഷോകൾക്കെല്ലാം വിളിക്കുന്നുണ്ട്. കാര്യം പുള്ളിക്കറിയാം പുള്ളിയുടെ വാല്യൂ. കാര്യം മഞ്ഞുമൽ ബോയ്സ് വലിയ സൂപ്പർ ഹിറ്റായി. നേരത്തെ ഒരുപാട് ബാനും ഒക്കെ ഏൽപ്പിച്ചൊരു നടനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മഞ്ഞുമൽ ബോയ്സ്, അദ്ദേഹം ഒരു ലീഡ് റോളിൽ തന്നെ ഉണ്ടായിരുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരി മാർക്കറ്റ് വാല്യൂ ഉണ്ട്. 4 തെറി വിളിച്ചുകൊണ്ടൊന്നും മാർക്കറ്റ് വാല്യൂ ഇടിയത്തില്ല, വേണമെങ്കിൽ എന്നെ സഹിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പുള്ളി പോകുന്നത്. അപ്പം അദ്ദേഹത്തിനെ സഹിച്ച ആൾക്കാർ അദ്ദേഹത്തിനെ വെച്ച് പടം ചെയ്യുന്നു, അല്ലെങ്കിൽ ഷോക്ക് വിളിക്കുന്നു, അതൊക്കെ ആൾക്കാർ ഇഷ്ടം. എന്തായാലും ശ്രീനാഥ് ബാസി എന്തായാലും നന്നാവാനൊന്നും പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് വേണ്ടി ഉടൻ തന്നെ വിചാരിക്കും. അപ്പം നമസ്കാരം, ബൈ.